റോഡ് അപകടം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഡ്രൈവിംഗ് ടെസ്റ്റിൽ പുതിയൊരിനം ഉൾപ്പെടുത്തുന്നു. അപകടധാരണ പരിശോധന എന്ന വീഡിയോ ടെസ്റ്റാണിത്. 3 മാസത്തിനകം പ്രാബല്യത്തിലാവും. അപകട സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ സുരക്ഷിതമായി തരണം ചെയ്യാൻ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം. ലേണേഴ്സ് കമ്പ്യൂട്ടർ ടെസ്റ്റിന് പുറമെ ഈ വീഡിയോ ടെസ്റ്റ് ഉയർന്ന മാർക്കിൽ പാസ്സായാലേ റോഡ് ടെസ്റ്റിന് യോഗ്യരാവൂ. മുന്നിൽ പട്ടി ചാടുകയോ വഴിയാത്രക്കാരനോ മറ്റൊരു വാഹനമോ അകപ്പെടുകയോ ചെയ്താൽ പതറാതെ വാഹനം നിയന്ത്രിക്കാനും അപകടം ഒഴിവാക്കാനും പരിശീലനം ആവശ്യമാണെന്ന് MVDയും റോഡ് സുരക്ഷാ അതോറിറ്റിയും ശുപാർശ ചെയ്തിരുന്നു. ആലപ്പുഴ 6 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ജീവനെടുത്തതടക്കം അപകടങ്ങളുടെ പൊതുസ്വഭാവം കണക്കിലെടുത്താണ് തീരുമാനം. 10 വീഡിയോ ടെസ്റ്റ് പാസ്സാവണം. കമ്പ്യൂട്ടർ സ്ക്രീനിലെ വളവും തിരിവും കുത്തിറക്കവും കയറ്റവുമുള്ള റോഡിൽ പൊടുന്നനെ വന്നുപെടുന്ന തടസ്സങ്ങളെ സുരക്ഷിതമായി തരണം ചെയ്ത മൗസിന്റെ സഹായത്തോടെ വാഹനം ഓടിക്കുന്ന വീഡിയോ ടെസ്റ്റിംഗ് രീതിയാണിത്. മോട്ടോർ വാഹന വകുപ്പിന്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള വ്യത്യസ്തമായ 10 HPT ടെസ്റ്റ് നടത്തും. ഓരോന്നിനും 5 മാർക്കാണ്. മുഴുവൻ മാർക്കും നേടിയാലേ റോഡ് ടെസ്റ്റിന് ഫീസ് എടുക്കാൻ കഴിയൂ. യൂട്യൂബിലും ഗൂഗിളിലും മാതൃകകൾ ലഭിക്കും. സ്വയം പരിശീലിക്കാം. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ സുരക്ഷിതമായി അതിജീവിക്കാൻ പരിശീലനം കൂടിയേ തീരൂവെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ CS നാഗരാജു പറഞ്ഞു. അതിനിടെ അടുത്ത വർഷം മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുക അത്ര എളുപ്പമായിരിക്കില്ല. റോഡ് അപകടങ്ങൾ കുറയ്ക്കുക ലക്ഷ്യമിട്ട മോട്ടോർ വാഹന വകുപ്പ് പുതിയ ഡ്രൈവർമാർക്ക് 2 വർഷത്തെ പ്രൊബേഷൻ കാലയളവും ഏർപ്പെടുത്തുന്നു. ഈ കാലയളവിൽ ഡ്രൈവിംഗ് സംബന്ധമായ കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെട്ടാൽ ഡ്രൈവർമാർക്ക് നെഗറ്റീവ് പോയിന്റുകൾ ലഭിക്കും. ഒന്നിലധികം തവണ ഗതാഗത കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെട്ടാൽ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദു ചെയ്യുകയും പിന്നീട് ലേണേഴ്സ് മുതൽ ലൈസൻസ് ലഭിക്കാൻ മുഴുവൻ പ്രക്രിയയും ആദ്യം മുതൽ നടത്തേണ്ടിയും വരും. സംസ്ഥാനത്തെ റോഡ് അപകടങ്ങളിൽ 70% ലൈസൻസ് ലഭിച്ചതിന്റെ ആദ്യ 3 വർഷങ്ങളിലാണ് സംഭവിക്കുന്നത് എന്നും പഠനത്തിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ നടപടി. റോഡ് അപകടങ്ങൾ താരതമ്യേന കുറവായ ബ്രിട്ടനിലെ രീതി സംസ്ഥാനത്ത് നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപകടങ്ങൾ കുറയ്ക്കുന്നതിനായുള്ള വിപുലമായ മാറ്റങ്ങളുടെ ഭാഗമാണ് പ്രൊബേഷൻ സംവിധാനം ഏർപ്പെടുത്തുന്നത് എന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ C നാഗരാജു പറഞ്ഞു. പുതിയ ലൈസൻസ് ഉടമകളെ പോയിന്റ് അടിസ്ഥാനമാക്കിയുള്ള സംവിധാനത്തിലൂടെ വിലയിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സിഗ്നൽ മറികടക്കുകയോ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുകയോ പോലുള്ള ഗതാഗത കുറ്റകൃത്യത്തിന് പിടിക്കപ്പെട്ടാൽ പുതിയ ലൈസൻസ് ഉടമയ്ക്ക് 2 നെഗറ്റീവ് പോയിന്റുകൾ നൽകും. 6 തവണ നെഗറ്റീവ് പോയിന്റ് ലഭിച്ചാൽ അവരുടെ ലൈസൻസ് റദ്ദാക്കും. തുടർന്ന് ലേണേഴ്സ് ലൈസൻസിൽ തുടങ്ങി മുഴുവൻ പ്രക്രിയയും അവർ വീണ്ടും നടത്തേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. കുറ്റകൃത്യങ്ങൾക്ക് ഡ്രൈവർമാർക്ക് പിഴ ചുമത്തുന്നതിന് പുറമെയാണിത്. കുറ്റകൃത്യത്തിന്റെ ഗൗരവം അനുസരിച്ച് നൽകുന്ന നെഗറ്റീവ് പോയിന്റുകൾ കൂടുതലായിരിക്കും. ലേണേഴ്സ് ലൈസൻസിന്റെ കാര്യത്തിൽ പുതിയ ലൈസൻസ് ഉള്ളവർ പ്രൊബേഷൻ കാലയളവിൽ 1ഉം 2ഉം വർഷങ്ങളിൽ അവരുടെ വാഹനങ്ങൾക്ക് പ്രൊബേഷൻ 1ാം വർഷമെന്നും പ്രൊബേഷൻ 2ാം വർഷമെന്നും കാലയളവ് ഏർപ്പെടുത്തും. അപകടങ്ങളോ ഗതാഗത നിയമലംഘനങ്ങളോ ഇല്ലാതെ 1 വർഷം പൂർത്തിയാക്കിയാൽ പുതിയ ലൈസൻസ് ലഭിച്ചവർക്ക് 6 പോയിന്റുകൾ ലഭിക്കും. 12 പോയിന്റുകൾ കൂടി നേടിയാൽ അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കും. അടുത്ത 3 മാസത്തിനുള്ളിൽ മാറ്റം അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലേണേഴ്സ് ഡ്രൈവിംഗ് പരീക്ഷകളിൽ വലിയ മാറ്റം കൊണ്ടുവരാനും ഗതാഗത വകുപ്പ് ലക്ഷ്യമിടുന്നു. ലേണേഴ്സ് പരീക്ഷ പരിഷ്കരിക്കും. ഡ്രൈവിംഗിലെ പ്രായോഗിക പരിജ്ഞാനം സംബന്ധിച്ച ചോദ്യങ്ങളുടെ എണ്ണം കൂട്ടും. നെഗറ്റീവ് മാർക്കും വരും. ഇത് 3 മാസത്തിനകം നടപ്പാക്കാനാണ് അധികൃതരുടെ തീരുമാനം. H8 എന്നിവയെ ഒഴിവാക്കി സംസ്ഥാനത്തെ റോഡുകളിലെ യഥാർത്ഥ സാഹചര്യങ്ങൾ നേരിടുന്ന രീതിയിലാകും ട്രാക്ക് ടെസ്റ്റ് നടത്തുകയെന്നും അധികൃതർ വ്യക്തമാക്കി. നിയമലംഘനം കണ്ടെത്തിയാൽ ഡ്രൈവിംഗ് ലൈസൻസ് പിടിച്ചെടുക്കുന്ന നടപടിയും ഇനി ഡിജിറ്റലാകും. നവംബർ 20 ഇത് പ്രാബല്യത്തിലുമായി. വാഹനം പരിശോധിക്കുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും എല്ലാം ഡിജിറ്റലായി കാണിച്ചാൽ മതിയെന്ന പരിഷ്കാരം വന്നതോടെയാണ് ലൈസൻസ് പിടിച്ചെടുക്കലും ഡിജിറ്റലാകുന്നത്. ലൈസൻസ് പിടിച്ചെടുത്തതായി പരിവാഹൻ സംവിധാനത്തിൽ രേഖപ്പെടുത്തിയാണ് നടപടിയെടുക്കുക. ഇതിനുള്ള സാങ്കേതിക പ്രവർത്തനങ്ങൾ വാഹൻ സാരഥി ഓൺലൈൻ സംവിധാനങ്ങളുടെ ഡേറ്റാബേസിൽ പൂർത്തിയായി. പരിശോധന സമയത്ത് ഡിജിറ്റൽ രേഖകളാണ് ഹാജരാക്കുന്നതെങ്കിൽ പിടിച്ചെടുക്കലും ഡിജിറ്റലായിരിക്കും. ചെല്ലാൻ തയ്യാറാക്കിയാണ് രേഖകൾ പിടിച്ചെടുത്തതായി രേഖപ്പെടുത്തുക. പിന്നീട് പിഴ ഉൾപ്പെടെയുള്ള മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമേ ഇത് വിട്ടുകൊടുക്കുകയുള്ളൂ. ഗുരുതര നിയമലംഘനങ്ങൾ നടത്തുമ്പോഴാണ് സാധാരണയായി ലൈസൻസ് പിടിച്ചെടുക്കാറുള്ളത്. ആളപായമുണ്ടാകുന്ന വലിയ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ നിരത്തിൽ വെച്ച് തന്നെ ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുക്കാറുണ്ട്. ശേഷം നിശ്ചിത കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയോ പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യും.